CPM എന്ന പാർട്ടി വേടൻ എന്ന ദളിത് കലാകാരനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വട്ടിയൂർക്കാവില് ബിന്ദു എന്ന പട്ടികജാതിയിൽപ്പെട്ട യുവതിയോട് കാണിച്ച നീതികേടും ഇപ്പോൾ ഷിജു എന്ന ആദിവാസി യുവാവിനോട് കാണിച്ച നീതികേടും അപ്പം CPM പാർട്ടിക്ക് രണ്ട് തട്ടാണ്. മുതലാളിത്ത വ്യവസ്ഥയിൽ തന്നെയാണോ അവർ നിലകൊള്ളുന്നത്? പല തട്ടുകളാണോ? അല്ലെങ്കിൽ തന്നെ പ്രീണനത്തിൻ്റെ കാര്യത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഒരു പക്ഷം മാത്രമേ ഉള്ളവർക്ക്. അതുപോലെ തന്നെയാണ് ഇവിടെ ബിന്ദു എന്ന് പറയുന്ന പേരൂർക്കടയിൽ പോലീസ് ക്രൂരമായ പീഡനത്തിന് പീഡനം എന്ന് പറയുമ്പോൾ മറ്റൊരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. വെള്ളം കൊടുക്കാതെ, ചോദിച്ചപ്പോൾ വെള്ളം കൊടുക്കാതെ ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ വെള്ളം ചോദിച്ചപ്പോൾ മൂത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതനുഭവിച്ചവരാണ് MN ഗോവിന്ദൻ നായരും KR ഗൗരി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ. അവർക്കത് ഓർമ്മയില്ലാത്തതല്ല. അത് വീണ്ടും ഈ കേരളത്തിൽ ആവർത്തിക്കാനുള്ള ഒരു അനുവാദമാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതനുഭവിച്ച ഈ ബിന്ദുവിനെക്കുറിച്ചൊരു തുള്ളി കവിത എഴുതാൻ, ഒരു തുള്ളി വെള്ളത്തിന് പറഞ്ഞു പറയുന്നത് പോലെ ഒരു തുള്ളി കവിത എഴുതാൻ ഈ വേടൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മൾ വെല്ലുവിളിച്ചതാണ്. എല്ലാവരും നമ്മളൊക്കെ വെല്ലുവിളിച്ചാൽ ഏറ്റെടുക്കണമെന്നല്ല. പക്ഷേ അതിൻ്റെ അനുതാപത്തിൻ്റെ ഒരു തുള്ളി, ഒരു കണിക അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ആ വേടൻ്റെ അവസ്ഥയിൽ നേരത്തെ മധു ഉണ്ടായിരുന്നു. മധുവിനെ നമുക്കറിയാം. ഒരു പിടി അരി മോഷ്ടിക്കാൻ വേണ്ടി പോയപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറുണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ പേരിൽ ആ മുതലാളി വർഗം അടിച്ചു കൊന്ന, ഇടിച്ചു കൊന്ന, പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നേ ഉള്ളായിരുന്നു അരി കഴിച്ചില്ലെങ്കിൽ. പക്ഷേ ഇവിടെ മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ, അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ അടിക്കും ഇടിക്കും വിധേയനായി അവശനായി മരിച്ച മധു. ഒരു കവിത ഇതുവരെ വന്നിട്ടില്ല വേടൻ്റെ നാവിൽ നിന്നോ വായിൽ നിന്നോ ഇന്നുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒരു ഉദാഹരണം കൂടി കിട്ടുകയാണ് വേടന്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് ബുദ്ധിജീവികളെല്ലാം നാനാതരത്തിൽ സംസാരിച്ചിട്ടും വേടൻ പാടിയാലും പ്രയോജനം ഉണ്ടാവുമെന്നല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സറിയാനൊരു സംഭവം കൂടി ഇതാ വന്നിരിക്കുന്നു കേരളത്തിൽ. അതായത് അട്ടപ്പാടി, ആദിവാസികളുടെ കേന്ദ്രമായിട്ടുള്ള അട്ടപ്പാടി, ഇവിടെ കിർത്താഡ്സൊക്കെ ഉണ്ടായിട്ടും ഇവിടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്ന തരത്തിലൊരു ഉദാഹരണം. ചിറ്റൂർ ഉന്നതി ഇൽ ഷിജു, പാലക്കാട് ജില്ലയാണ്, ചിറ്റൂരാണ്. അവിടെ ഉന്നതി എന്ന് പറയുന്നത് നമുക്കറിയാം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് ഇവരെ പിടിച്ചുയർത്താൻ വേണ്ടിയുള്ള. അത് പ്രകാരം കിട്ടിയിട്ടുള്ള വീടായിരിക്കണം, അല്ലെങ്കിൽ ആ പേര് വരില്ലല്ലോ. അവിടെ ഷിജു എന്നാണ് പേര്. 19 വയസ്സുള്ള, വെറും 19 വയസ്സുള്ള ആ പയ്യനെ അവരെ ചെയ്തിരിക്കുന്നത് അതിനോടൊരു പിന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മധുവിനെ അന്ന് ഒരു പിടിച്ചു കെട്ടിയത് ഉടുതുണി അഴിച്ചാണ് പിടിച്ചു കെട്ടിയത്. ഇവിടെ ഇപ്പോൾ ഷിജുവിൻ്റെ കാര്യത്തിൽ ഒരു ആനുകൂല്യം അവർ ചെയ്തു. ഉടുതുണി അഴിച്ചു കെട്ടിയില്ല ഭാഗ്യത്തിന്, കയർ വെച്ച് വരിഞ്ഞു മുറുക്കി. ഈ കാലദൂതാക്കളൊക്കെ കയറും കൊണ്ടാണ്, പാശം കൊണ്ട് അന്തകൻ കെട്ടി ഇറക്കുമ്പോൾ എന്നാണ് പറയുന്നത്. കയറും കൊണ്ടാണ് വന്ന് കെട്ടിക്കൊണ്ടുപോകുന്നത്. കയർ കൊണ്ട് വരിഞ്ഞ് മരത്തെ കെട്ടി അടിയിടി ഇഷ്ടം പോലെ കൊടുത്തു. ഇതെല്ലാം എന്തിനു വേണ്ടി? ഇവിടെ മോഷണം നടന്നിട്ടില്ല. ഒരു മിൽമ വണ്ടി പോയി, അതിന് കുറുകെ ഈ പയ്യനൊന്ന് ചാടി. ആരാണ് ചാടാത്തത്? അതിനല്ലേ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട്. കണ്ടു കാണില്ല വണ്ടി. ആ ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഒരു ദിവസം മുഴുവൻ പിടിച്ചവിടെ കെട്ടിയിട്ടിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവമാണ്. ഇതിനെക്കുറിച്ച് നടപടി ഉണ്ടാവുന്നത് ഈ ചൊവ്വാഴ്ച മാത്രമാണ്. ഇന്ന് 2 ദിവസം മുമ്പ് മാത്രമാണ് നടപടി ഉണ്ടാവുന്നത്. അപ്പോൾ അത്ര അനാസ്ഥയാണ് പോലീസിന്. ഇവരെന്താ ആദിവാസികൾ എന്താണ്? ഇപ്പം ബിന്ദുവിന്റെ കാര്യത്തിൽ ഇപ്പം മാധ്യമങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് അത് കുറച്ച് വിവാദമായി. ഷിജുവിന്റെ കാര്യത്തിൽ അത്രത്തോളം മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അപ്പം ഈ ഒരു ജനപക്ഷത്തേക്ക് വരുമ്പോൾ, ജനങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നു ഉള്ള രീതി വരുമ്പോൾ നടപടിയുമായിട്ട് വരും. കാരണം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സപ്പോർട്ടിങ്ങുമായിട്ട് വരും. അല്ലാതെ എന്ത് ഇതാണ് എടുക്കുന്നത്? ഇപ്പോൾ തന്നെ ഈ ബിന്ദുവിന്റെ കാര്യത്തിൽ അവരുടെ മകളെ പഠിപ്പിക്കാനുള്ള ചുമതലകളൊക്കെ പറഞ്ഞോണം നമ്മുടെ BJPയുടെ, എനിക്ക് ആരാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വനവാസി കല്യാൺ സമിതി എന്ന് പറഞ്ഞൊക്കെയുള്ള സംഘടനകളുണ്ട്. അപ്പം അത്തരത്തില് CPM ആ ഒരു കേസ് വന്നു. ആ കേസ് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു മാറ്റം സംഭവിച്ചു. അത് കഴിഞ്ഞു. അടുത്തത് ഷിജുഡി. ഇതിങ്ങനെ ഇവർക്ക് പട്ടികജാതിക്കാർക്കിടയിൽ ഏറ്റവും അധികം പ്രവർത്തിക്കേണ്ടുന്ന ഒരു പാർട്ടി തന്നെയാണ് ഇപ്പോൾ അവർക്കെതിരായിട്ട് നിൽക്കുന്നത്, അല്ലെ അവർക്ക് ഒരു സപ്പോർട്ട്. അതേസമയം അതേ ഇതിൽ നിന്ന് ഉയർന്നു വന്ന വേടന് സപ്പോർട്ടാണ്. അവിടെ ഒരു രാഷ്ട്രീയ, ഇന്നിപ്പോൾ വേടന്റെ
വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ വേടൻ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, രാഷ്ട്രീയക്കാർ എന്തിനാണ് വരുന്നത്, അവർ എന്നെ സപ്പോർട്ടായിട്ട് നിർത്തുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അത് ഇടതും വലുതും വരുന്നുണ്ട്, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് വേടൻ തന്നെ പറയുന്നുണ്ട്. അപ്പം അവൻ എന്തായാലും ബുദ്ധി ഉദിച്ചു, എന്തായാലും നല്ല കാര്യം. പക്ഷെ ആ പൊക്കുന്ന ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വേടനെ വെച്ച് റാപ്പ് സംഗീതം ഇവരുടെ 4ാം വാർഷിക ആഘോഷത്തിനും ഒക്കെ വെക്കുന്ന, അല്ലെങ്കിൽ ഇന്ന ആളിൽ താഴ്ന്ന ജാതി ആയതുകൊണ്ട് വേടനെതിരെ ഭയങ്കര വിമർശനങ്ങളുടെ ഉണരുന്നു, അതിൽ ഞങ്ങൾ വേടനെ ഒറ്റ കൊടുക്കത്തില്ല, ഞങ്ങൾ ഇതേ സപ്പോർട്ട് എന്തുകൊണ്ട് സാധാരണ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവർക്ക് ഇവർ നൽകുന്നില്ല? അങ്ങനെയുള്ളവരായിരുന്നല്ലോ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ഏതാണ്ട് 3 മാസത്തോളം വന്നിരുന്ന് മഴയും വെയിലും നനഞ്ഞവർ. എന്തെങ്കിലും അനുതാപം കാണിച്ചോ? മറിയാമ്മ ചേട്ടത്തി അതിൽ നിന്ന് വളരെ ദൂരെയൊന്നും ആയിരുന്നില്ലല്ലോ. മറിയാമ്മ ചേട്ടത്തി ഇതേ BJP-യിലേക്ക് ചേർന്നു. എനിക്ക് മറിയാമ്മ ചേട്ടത്തിയോട് അഭിമാനമാണ് തോന്നുന്നത്. കാരണം ഈ രാഷ്ട്രീയ കോമാളികളൊക്കെ മറ്റുള്ള മലയാളികളെ ഇട്ട് വട്ടം ചുറ്റിച്ച് വട്ടം കറക്കുന്നിടത്ത് മറിയാമ്മ ചേട്ടത്തി എന്ന് പറയുന്ന ഒരാള് എത്ര എണ്ണത്തിനെയാണ് ഇപ്പൊ വട്ടം ചുറ്റിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം നേടിയെടുത്ത്, അല്ലേ? ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത്. ഇത് പണ്ട് ഇല്ലേ പഴശ്ശിരാജ് മറ്റേ ഒളിപ്പോര് നടത്തി, പഴശ്ശിരാജ് ഒളിപ്പോര് നടത്തി എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പുതിയ യുദ്ധതന്ത്രവുമായിട്ട് മറിയാമ്മ ചേട്ടത്തി കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും BJP-യും കൂടെ കുടുക്കിയിരിക്കുക. ഇവരെയൊക്കെ ഇട്ട് ശരിക്കും മന്ദബുദ്ധികളാക്കി വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. ഇതുപോലെ ജനങ്ങൾ തിരിച്ചു ചെയ്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒതുങ്ങും. കാരണം ജനങ്ങളോട് ഇതല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവരോട് അഭിമാനമുള്ളൂ. അത് 2 കാര്യങ്ങൾ. രഞ്ജിനി ചോദിച്ച ഒരു പ്രശ്നം, വേടനെ എന്തുകൊണ്ട് പ്രീതിപ്പെടുത്തുന്നു വെച്ചാൽ, വേടനെ പോലുള്ള ഐക്കോണുകളെയാണ് വോട്ട് നേടാൻ വേണ്ടിയിട്ട് CPM-ന് വേണ്ടത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രീണനം എന്ന് പറയുന്ന സംഘടിതമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അവർ ആ ഒരു വിഭാഗത്തെ മാത്രം അവർക്ക് പ്രീണനം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേജ് ഷോ ആയി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പോലും ഇപ്പോൾ അദ്ദേഹത്തെ ലിജൻഡാണെന്നും ഒക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക. സ്റ്റേജ് ഷോ ആയി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേജ് ഷോയുടെ ഒരു ഐക്കണായിട്ട് മാറിയിട്ടുണ്ട് മുഖ്യമന്ത്രി. ഭരണത്തിൻ്റെ അല്ല, സൽഭരണത്തിൻ്റെ അല്ല, ജനപ്രിയതയുടേതല്ല, മറിച്ച് ജനവിരുദ്ധതയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവിടെ ഒരു ഐക്കോണായിട്ട് സ്വയം മാറുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഐക്കോണുകളായിട്ടുള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം, അല്ലാത്ത ആദിവാസികളെ പട്ടിക വിഭാഗക്കാരെ ഒന്നും അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. എല്ലാം ഒരു റിയൽ ലൈഫായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരാള ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന്. പക്ഷേ എങ്കിലും ഭരണഘടന അത് തന്നെയാണല്ലോ. ഈ ഭരണഘടനയാണല്ലോ എപ്പോഴും തലയ്ക്ക് മീതെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. CPM-ഉം കോൺഗ്രസും അവരുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസും ആ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ടുള്ള വടിവൊത്ത അക്ഷരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദ ഡീസൻസി ടു ലിവ് ഡീസൻ്റ്ലി വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഈ 140 കോടി ജനങ്ങൾക്കും ജീവിക്കാനുള്ള അധികാരം, പരമാധികാരം നൽകുന്നുണ്ട് നമ്മുടെ ഭരണഘടന. അബ്സല്യൂട്ട് പവറാണ്, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശത്തിൻ്റെ കടയ്ക്കലാണ് കേരള ഗവൺമെൻറ് കത്തിവെച്ചിരിക്കുന്നത്. ഒരു ആദിവാസിക്ക് ഇങ്ങനൊരു പ്രശ്നം നേരിടേണ്ടി വരുന്നെങ്കിൽ അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയും നെഹ്റുവൊക്കെ പറഞ്ഞത്, എൻ്റെ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ തുള്ളി കണ്ണീര് പോലും ഒപ്പുന്നത് വരെ ഇന്ത്യ സ്വതന്ത്രമല്ല എന്ന് പറയുന്നത്. അപ്പോൾ കേരളം ഇതുവരെ സ്വതന്ത്രമാക്കാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് വേണം. ആദിവാസികളെന്ന് പറയുന്ന അവരുടെ ആദിമ വന്യ നിവാസികളാണ്. അവരുടെ ആദിമ ഭൂമിയാണ് ഈ കേരളം എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാം. ദ്രാവിഡരാണെങ്കിൽ, ആര്യന്മാരാണെങ്കിൽ, അധിനിവേശക്കാരാണെങ്കിൽ അവരെല്ലാം അങ്ങനെ വന്നിട്ടുള്ളവരാണ്. പിന്നെ കുടിയേറിയവരാണ്. ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായ ആദിവാസികളോടാണ് നിങ്ങൾ ഈ ചതി ചെയ്യുന്നത്, ക്രൂരത ചെയ്യുന്നത്. അപ്പോൾ അവിടം പോലും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരൂഢം ശരിയായിട്ടില്ല, അസ്ഥിവാരം ശരിയായിട്ടില്ല. ആ ഒരു സ്ഥിതിയിലാണ് ഇന്ന് കേരളം. അത്തരം ഒരു ഭരണമാണ് ഇനി ഏതാനും നാളുകൾക്കകം നിലമ്പൂരിലും തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടിന് വേണ്ടി വരുന്നു. അപ്പോൾ വേടനെയും കൊണ്ട് വെച്ചിട്ട് വേടനെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്റ്റേജ് വാല്യൂ ഉണ്ട്. ഈ സനിൽ ഷിജുവിനെയും മധുവിനെയും തഴയുന്നത്, ബിന്ദുവിനെയും തഴയുന്നത് അവർക്ക് സ്റ്റേജിൽ മെമിക്രി കാണിക്കാനും ഓക്കാമ്പീച്ച് കാണിക്കാനും റാപ്പ് സംഗീതം കാണിക്കാനും പിന്നെ കഞ്ചാവ് കഴിക്കാനും ഒന്നുള്ള കഴിവില്ല. അങ്ങനെ വിഗ്രഹങ്ങളാവാൻ അവർക്ക് കഴിവില്ല എന്നുള്ളത് അവരുടെ ആ ദൗർബല്യം കൊണ്ട് തന്നെയാണ് അവരെ വിശിഷ്ട വ്യക്തികളായിട്ടും ഡിഗ്നിറ്റികളായിട്ടും ഒക്കെ കരുതി വേണ്ട പ്രോട്ടോക്കോൾ അവർക്ക് നല്ലതായിരിക്കുന്നതിന് കാരണമെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ നമുക്ക് വേണ്ടത്, നമ്മൾ ചോദിക്കുന്ന ആരുടെ ഔദാര്യമല്ല,
വി വാണ്ട് ലിവ് വിത്ത് ഡിഗ്നിറ്റി. അതാണ് ആദിവാസിക്ക് വേണ്ടത്. അതവർക്ക് തിരിച്ചു കൊടുക്കണം. നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന ആ അവകാശം അവർക്ക് തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു സൗജന്യവും വേണ്ട, ഒരു ഔദാര്യവും വേണ്ട. പക്ഷേ ആ അധികാരം ഇന്ത്യൻ ഭരണഘടനയാണ് കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് മുകളിലാണ്. അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു ഒസ്യത്താണ് ഈ ഓരോ ആദിവാസിയുടെയും ഓരോ പട്ടിക വിഭാഗക്കാരൻ്റെയും ഒരു ഒസ്യത്താണിത്. ആ ഒസ്യത്തിനെയാണ് നിങ്ങൾ പണയപ്പെടുത്തുന്നത്. അത് പണയപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. അത് വേടന് മാത്രം പിന്നാലെ പോയാൽ പോരാ, മധുവിൻ്റെ പിന്നാലെ പോകണം, ബിന്ദുവിൻ്റെ പിന്നാലെ പോകണം, വിശ്വനാഥൻ്റെ പിന്നാലെ പോകണം, ഷിജുവിൻ്റെയും പിന്നാലെ പോകുമ്പോഴേ നിങ്ങളുടെ ആദിവാസി ക്ഷേമമാവും. അല്ലാതെ അവരുടെ പട്ടികവർഗ്ഗക്കാരുടെ പണം എടുത്തു വെച്ചിട്ട് സ്റ്റേജ് ഷോ നടത്തുക എന്നുള്ളതല്ല പട്ടികജാതി ക്ഷേമം. അവർക്ക് അവരുടെ ഡിഗ്നിറ്റി അനുവദിച്ചു കൊടുക്കുമ്പോഴാണ്.